മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 14 ചൊവ്വ. പുഴുത്ത ജാതിബോധം ഉള്ളിൽ പേറുന്ന അധ്യാപകരുടെ അധിക്ഷേപ കസർത്തുകൾ ജാതിരഹിതമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ മുഖത്തേക്ക് കാർപ്പിച്ചു തുപ്പുകയാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തൂത്താലും പോകാത്ത ജാതിവെറി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം ചാലക്കാട് സ്വദേശി RL നിതിൻ രാജിന്റെ അസ്വാഭാവിക മരണം കേരളത്തിന്റെ കപടനാട്യങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിവരികയും കരിയറിനെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ പുലർത്തുകയും ചെയ്തിരുന്ന നിതിൻ ആത്മഹത്യ ചെയ്യാനിടയില്ലെന്നും സ്വന്തം കോളേജിൽ നിന്നും മാറി മറ്റൊരു പരിസരത്ത് മരിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും അച്ഛനും ബന്ധുക്കളും പറയുന്നു. കോളേജിൽ പ്രവേശനം നേടിയതു മുതൽ അധ്യാപകരുടെയും സീനിയർ വിദ്യാർത്ഥികളുടെയും വർണ്ണ വംശ ജാതി വിവേചനത്തിനും വിദ്വേഷത്തിനും നിതിൻ ഇരയായിക്കൊണ്ടിരുന്നതായി ഇപ്പോൾ പുറത്തുവന്ന നിതിന്റെ ശബ്ദ സന്ദേശങ്ങളിൽ നിന്നും സഹപാഠികളുടെ വിവരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. വകുപ്പ് തലവനും മറ്റ് അധ്യാപകരും പൈശാചികവും ഹീനവുമായ ജാതി വർണ്ണ വൈരത്തോടെ ഭാവിയുടെ പ്രതീക്ഷയായിരുന്ന ആ ഡെന്റൽ വിദ്യാർത്ഥിയെ കുരുന്നിലെ നുള്ളിക്കളയാൻ നടത്തിയ നീക്കം മനുഷ്യത്വമുള്ളവരെ ഞെട്ടിക്കുന്നതാണ്. ജാതി ചോദിക്കരുത്, മതം പറയരുത് എന്നൊക്കെ പുരോഗമന നാട്യക്കാർ തെട്ടൂരമിടുന്ന നാട്ടിലാണ് വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും തുടങ്ങി എവിടെയും ജാതിയും മതവും പ്രശ്നമായി അനുഭവിക്കേണ്ടി വരുന്നവർ അക്കാര്യം ഉന്നയിച്ചാൽ അവരെ കൊടും പാപികളായി ചാപ്പയടിക്കുന്നിടത്താണ് നിറം കെട്ടവനെന്നും പുഴുത്ത പട്ടിയെന്നും വിളിച്ച് ഒരു ഡെന്റൽ വിദ്യാർത്ഥിയെ 1ാം വർഷം തന്നെ കൊലക്കെറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അധ്യാപകരായ ഓറൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ACPയുടെ നേതൃത്വത്തിൽ 7-അംഗ പ്രത്യേകാന്വേഷണ സംഘത്തെ പോലീസ് അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യശാസ്ത്ര സർവകലാശാലയും അന്വേഷണ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റേത് ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിരീക്ഷണം. അതേസമയം ക്യാമ്പസ് കെട്ടിടത്തിൽ നിന്ന് വീണോ ചാടിയോ മരിച്ച നിലയിലല്ല നിതിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഡെന്റൽ കോളേജ് ആശുപത്രിയുടെ റിസപ്ഷൻ വിഭാഗത്തിന് സമീപമാണ് വീണുകിടന്നത്. മൃതദേഹം കിട്ടി മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് പോലീസിനെ അറിയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. മൃതദേഹത്തിൽ വലിയ മുറിപ്പാടുകളില്ലാതിരുന്നത് സംശയാസ്പദമാണെന്ന് പിതാവും പറയുന്നു. നിതിനെ ജാതി അധിക്ഷേപത്തിനും മാനസിക പീഡനത്തിനും ഇരയാക്കിയിരുന്ന അധ്യാപകൻ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ വച്ചാവാം കുടുംബം കൊലപാതകമാണ് നടന്നത് എന്ന് പറയുന്നത്. ഈ അവ്യക്തതകളെല്ലാം നീക്കേണ്ടത് കണിശമായ അന്വേഷണമാണ്. അതിന് സംസ്ഥാന സർക്കാർ സത്വര ശ്രദ്ധ പുലർത്തുകയും കർശന ശിക്ഷ അപരാധികൾക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം. ആത്മഹത്യയോ കൊലപാതകമോ എന്തായാലും ഈ ചെറുപ്രായക്കാരന്റെ മരണത്തിലേക്ക് നയിച്ചത് കടുത്ത ജാതിക്കലിയാണെന്നതിൽ സംശയമില്ല. പുഴുത്ത ജാതിബോധം ഉള്ളിൽ പേറുന്ന അധ്യാപകരുടെ അധിക്ഷേപ കസർത്തുകൾ ജാതിരഹിതമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരത്തിന്റെയും പ്രബുദ്ധതയുടെയും നിക്ഷേപമായി കരുതിപ്പോരുന്ന സമൂഹ മനസ്സിനു നേർക്കാണ് തെറിയഭിഷേകങ്ങളിലൂടെ ബ്ലാക്ക് മെയിലിംഗിലൂടെ കണ്ണൂർ ഡെന്റൽ കോളേജിലെ അധ്യാപക വേഷങ്ങൾ കൊഞ്ഞനം കുത്തുന്നത്. ജാതിയിലും തൊലിനിറത്തിലും കുറഞ്ഞവൻ പഠിച്ച് മിടുക്കനാവുന്നത് എങ്ങനെ എന്ന തൂത്താൽ പോകാത്ത ജാതിബോധം പേറുന്ന മനുഷ്യത്വമില്ലാത്ത അധ്യാപകരുടെ രക്തദാഹത്തിന് ഇരയാവുകയായിരുന്നു നിതിൻ. സ്ഥാപനത്തിൽ തെറിപ്പൂരവുമായി നടക്കുന്ന അധ്യാപകനോട് ഇനിയും കേട്ടുപൊറുക്കാൻ മനസ്സില്ലെന്ന് മുഖത്തടിച്ചു പറഞ്ഞതാണ് നിതിന്റെ തെറ്റ്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിട്ടെന്ത്, ജാതിബോധത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും മനസ്സുമാറാതെ മനുഷ്യത്വം പ്രാപിക്കാനാവില്ലെന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. മുമ്പ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ PhD വിദ്യാർത്ഥി രോഹിത് വിമുലയും മുംബൈയിലെ ഉന്നത വൈദ്യ ബിരുദ വിദ്യാർത്ഥിനി പായൽ തഡ്വിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുടിയഴിച്ചാടുന്ന ജാതി കോമരങ്ങൾക്കു വേണ്ടി ബലിയാടുകളായതാണ്. വിദ്യാഭ്യാസ രംഗത്തെ ഈ ജാതി അത്യാചാരങ്ങൾക്കെതിരെ രൂപം കൊണ്ട രോഹിത് വെമുല ആക്ട് ഇനിയും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നതും ജാതിയും മതവും പ്രശ്നമല്ലെന്ന് സോക്കോൾഡ് ഇടതുപക്ഷം കെട്ടിപ്പാടുമ്പോഴും ഇതോട് ചേർത്തു വായിക്കണം. അവർ കിളച്ചുമറിച്ച മണ്ണിലാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ജാതിവെറിയന്മാരുടെ വർണ്ണവിവേചന പരീക്ഷണങ്ങളുടെ സിക്ക് റൂമുകൾ കെട്ടിപ്പൊക്കുന്നതും നോമ്പെടുക്കുന്നവരെ വെള്ളം കുടിപ്പിക്കുന്നതുമെന്നത് എത്ര അപഹാസ്യമാണ്. ഇടതുമന്ത്രിസഭാംഗമായിരുന്ന K രാധാകൃഷ്ണന് അയിത്തം വിധിച്ചതും കണ്ണൂരിലെ ക്ഷേത്രത്തിലായിരുന്നു എന്നും സാന്ദർഭികമായി ഓർക്കുക. നിഷേധിച്ചുകൊണ്ട് തൂത്തുകളയാവുന്നതോ വ്യാജ പ്രതീതി സൃഷ്ടിച്ച് മറികടക്കാവുന്നതോ അല്ല ജാതിവെറിയും മതവിദ്വേഷവും. നിയമം മൂലം ശക്തമായി തടയുകയും അതൊരു കാലവും അനുവദിക്കില്ലെന്ന് അധികാര പ്രയോഗത്താൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേ ഇത്തരം അത്യാചാരങ്ങളെ ചെറുക്കാനാവൂ. വോട്ടു രാഷ്ട്രീയത്തിൽ ഈ അധമ ചിന്തകൾക്ക് സാധൂകരണം നൽകുന്ന നിലപാടുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിട്ടുനിൽക്കുകയും വേണം. അതിനു മെനക്കെടാതെ ഓരോ ജീവനൊടുങ്ങുമ്പോഴും പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പൊന്തക്കാടിളക്കിയതുകൊണ്ടായില്ല.
മാധ്യമം പോഡ്കാസ്റ്റ്.